40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയ പ്രവാചകൻ 9 വർഷങ്ങൾക്ക് ശേഷം 10-ാമത്തെ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കവേ 49 വയസ്സും 6 മാസവും പിന്നിട്ടുകൊണ്ട് റമളാൻ 12-ന്റെ ദിനത്തിൽ നബിയുടെ മൂത്താപ്പ വിയോഗം ചൊല്ലുകയാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. അബൂ താലിബ് മരണപ്പെടുകയാണ്. പ്രബലമായ അഭിപ്രായം, അബൂ താലിബ് എന്ന മൂത്താപ്പ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല. നബിക്ക് വലിയ പ്രിയമായിരുന്നു അബൂ താലിബിനോട്. കാരണം വാപ്പയ്ക്ക് ശേഷം വാപ്പയാണ് അബൂ താലിബ്. ആ വാപ്പയാണ് തന്റെ ജീവിതം മുഴുവനും ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകിയതാകുന്ന വ്യക്തിയാണ് മൂത്താപ്പയാകുന്ന അബൂ താലിബ്. വല്ലാത്ത പ്രിയമായിരുന്നു റസൂലുള്ളാഹിക്ക്. അബൂ താലിബ് ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. പരിശുദ്ധമായ റമളാനിന്റെ 12-ന്ന് 3 ദിവസങ്ങൾ കഴിഞ്ഞപ്പോ റമളാൻ 15-ആയപ്പോ ഇതാ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഖദീജ ബീവിയും മരണപ്പെട്ടു പോവുകയാണ്. തന്റെ ഏറ്റവും വലിയ സ്നേഹഭാജനമാകുന്ന, തനിക്ക് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി പിന്തുണ നൽകിയിരുന്ന, എല്ലാ നിലയ്ക്കും മാനസിക സന്തോഷം നൽകിയിരുന്ന ഭാര്യയല്ലയോ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. മഹദി അവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. മഹദി അവറുകൾ ഈ ലോകത്ത് നിന്ന് പരിശുദ്ധമായ റമളാനിന് 15-ന്റെ വിട പറയുകയാണ്. ഒന്ന് ചിന്തിക്കണേ മുസ്ലിമേ, ചിന്തിക്കണേ ഉമ്മ. 3 ദിവസങ്ങൾക്കുള്ളിൽ കുടുംബത്തിൽപ്പെട്ട ഏറ്റവും വേണ്ടുന്നവർ മരണപ്പെട്ടു പോയാണ്. വാപ്പയും ഉമ്മയും നേരത്തെ മരണപ്പെട്ടു പോയി. ആരുടേത്? സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നവരാണ്. അവരും ഇതാ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവാൻ. അബൂ താലിബ് ഈ ലോകത്തുനിന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോയി. അവരുടെ വിയോഗം തന്നെ മനസ്സ് വല്ലാതെ പിടിച്ചൊലച്ചിരുന്നു. ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ വരുമ്പോ ആ ശത്രുക്കളെയൊക്കെ അടിച്ചിരുത്തുമാര് അബൂ താലിബ്. അവരൊക്കെ പ്രതിരോധം തീർക്കും. മുഹമ്മദിനെ ആക്രമിക്കരുതെന്ന് പറഞ്ഞ് ശക്തമായ പ്രതിരോധം തീർക്കുമായിരുന്നു അബൂ താലിബ്. നബിക്ക് ഭയങ്കര സഹായകമായിരുന്നു. പുറമേ നിന്ന് വലിയ സഹായം. അങ്ങനത്തെ വ്യക്തിയാണ് അദ്ദേഹം. പെട്ടെന്ന് മരണപ്പെട്ടു പോയി റമളാൻ 12-ന്. 3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുഃഖത്തിൽ നിലകൊള്ളുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുവാൻ ഒരു യാത്ര കൊണ്ടുപോയാണ് അല്ലാഹു. ദുഃഖിച്ചു നിൽക്കുന്നതായ കുടുംബങ്ങൾക്കൊരു ടൂർ നിങ്ങൾ കൊടുക്കണേ എന്ന അർത്ഥമാണ് ഈ പരിശുദ്ധമായ രാവിലൂടെ ലോകത്തിന് അല്ലാഹു വിഭാവനം ചെയ്യുന്നത്. നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും ദുഃഖത്തിലാഴുമ്പോ അവരെ നിങ്ങൾ ഒരു സിയാറത്ത് കൊണ്ടുപോകണേ. ഇസ്ലാമികമാകുന്ന ഒരു സിയാറത്ത്. മമ്പുറം തങ്ങളുടെ ചാരത്തേക്ക്, പൊന്നാനി സയ്യിദ് മഖ്ദൂമങ്ങളുടെ ചാരത്തേക്ക്, മാഹിയിൽ കുഞ്ഞിപ്പള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂമ തങ്ങളുടെ ചാരത്തേക്ക്, മഹത്തുക്കളുടെ സവിധത്തിലേക്ക് ഒരു ദീനിയായ ഒരു യാത്ര നിങ്ങൾ പോകണേ. പരിശുദ്ധമായ ഉംറ കഴിയുമെങ്കിൽ നിങ്ങൾ ഒന്ന് ചെയ്യണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്കൊന്ന് പോകണേ. മനസ്സിനൊരു കുളിർമയുണ്ടാകട്ടെ, മനസ്സിനൊരു സന്തോഷമുണ്ടാകട്ടെ. എന്തുകൊണ്ട്, എവിടെ നിന്നാണ് ഇത് പഠിപ്പിക്കുന്നത്? ലോകത്തിന്റെ നായകന് ദുഃഖമുണ്ടായപ്പോ, തീരാ 2 ദുഃഖങ്ങൾ നബിതങ്ങൾക്കുണ്ടായപ്പോ പരിശുദ്ധമായ പ്രവാചകൻ ആ വർഷത്തിന് പേരിടുകയാണ് ആമുൽ ഹുസ്നി. ദുഃഖത്തിന്റെ വർഷമാണിത്. നുബുവത്ത് കിട്ടി 10-ാം വർഷം ആമുൽ ഹുസ്ൻ. നബിതങ്ങൾക്ക് 50-ാമത്തെ വയസ്സെത്തുമ്പോ 49 വയസ്സും, കൃത്യമായി പറഞ്ഞാൽ 49 വയസ്സും 6 മാസവും പിന്നിട്ടപ്പോ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട. ഈ രാത്രിയുടെ ശ്രേഷ്ഠതയാണ് ഈ പറയുന്നത്. ഈ രാത്രിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതുപോലെ രാത്രി റജബ് 27-ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഹളറത്തിലേക്കും കൊണ്ടുപോവാണ്. ഒരു യാത്ര, അല്ലാഹ് ഒരു ടൂർ കൊണ്ടുപോവാണ്. കണ്ട, ദുഃഖിച്ചിരിക്കുന്നവർക്ക് എന്ത് കൊടുക്കണം? നല്ലൊരു ടൂർ പ്രോഗ്രാം കൊടുക്കണം. വണ്ടർലായി പോയി തുണിയില്ലാ തുള്ളണോന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ മനസ്സിലാക്കരുത്. അതല്ല ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇസ്ലാമികമായ ഒരു ടൂറാണ്. ഇനി അത് നിങ്ങൾ വളച്ചൊടിക്കാൻ നിൽക്കണ്ട. ഞാനത് അങ്ങനെ പറഞ്ഞത്. ചില ആളുകൾ ടൂർ പോകാൻ പറഞ്ഞു, ഒന്നോ നാളെ തന്നെ ഇക്കാട് പറയണം, സ്കൂൾ അവധിയാണ്, റാഹത്തായി, മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്, ഇക്കാട് പറഞ്ഞ ഇക്കാട് ടൂർ കൊണ്ടുപോകും. ഇതുപോലുള്ള സ്ഥലത്ത് പോ, ഒരു ഉംറ നിർവഹിക്ക്, റാഹത്തായിട്ട് ഉംറ നിർവഹിക്ക്. നമ്മളെന്തിനാ ഈ മക്കൾക്ക് ആവശ്യമില്ലാത്തൊക്കെ വാഗ്ദാനം ചെയ്യുന്നത്? എത്രയോ രക്ഷിതാക്കളുണ്ട്, മോനെ നീ +2 ജയിച്ചാൽ നിനക്ക് ഞാൻ കാർ എടുത്തു തരാം, ബൈക്ക് എടുത്തു തരാം, ഡൂക്ക് എടുത്തു തരാന്ന് പറയും. ഈ ഡൂക്ക് കേട്ടവൻ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ആള് മയ്യത്തായി. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത നമ്മൾ വാഗ്ദാനം ചെയ്യുന്നത്? 16 വയസ്സും 17 വയസ്സുള്ളവനൊക്കെ എന്തിനാ ഈ ഡൂക്ക്? അവന് പ്രായപൂർത്തിയിൽ എത്തിയിട്ടില്ല. അവന് വാഗ്ദാനം നിങ്ങൾ കൊടുക്കേണ്ടത് ഒരു ഉംറയാണ്. പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണ്ടേ.
ഞാൻ നിനക്ക് മദീന കാണിച്ചു തരാം, അള്ളാന്റെ റസൂലിന്റെ സദസ്സ് ഞാൻ നിനക്ക് കാണിച്ചു തരാം, റൗള കാണിച്ചു തരാം, ഉംറ ചെയ്യിക്കാനുള്ള ഒരു വിസ ഞാൻ നിനക്ക് റെഡിയാക്കി തരാം, നീ പരീക്ഷ വിജയിക്കും എന്ന് പറയും മക്കളോട്. അങ്ങനെ ദീനിയായ ഒരു മാറ്റം ഉണ്ടാക്കട്ടെ മക്കൾക്ക്, അതാ വേണ്ടുന്നത്. നമ്മൾ ഡൂക്ക് വാങ്ങിച്ചു കൊടുക്കുക, ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുക, പെൻസിൽ വാങ്ങിച്ചു കൊടുക്കുക, പേന വാങ്ങിച്ചു കൊടുക്കുക, എന്താ കാര്യം? ദീനിയായിട്ടൊരു മാറ്റം വരട്ടെ, അതാണ് നമുക്ക് അത്യാവശ്യം. അല്ലാഹുവേ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു കൊണ്ടുപോയാണ്. അതിനുവേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞേക്കുകയാണ്. ഉമ്മഹാനി എന്ന് പറയുന്ന എളാമയുടെ വീട്ടിൽ വിശ്രമിക്കുകയാണ് പ്രവാചകൻ. അവിടെ നിന്ന് റസൂലുള്ളാഹി ഇതാ വിളിച്ചുകൊണ്ട് പോയാണ്. നബി തങ്ങളുടെ ഹൃദയം കീറുകയാണ്. ഓപ്പറേഷൻ ചെയ്യാണ്, ഹൃദയം ശസ്ത്രക്രിയ നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ വലിയൊരു യാത്രയ്ക്ക് വേണ്ടി നബി തങ്ങളെ തയ്യാറെടുപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം കീറി. ആ ഹൃദയം കീറി എന്ന് പറഞ്ഞാൽ വേദനയില്ലാത്ത കീറലാണ്, മുറിവില്ലാത്ത, പുറമേ മുറിവ് കാണാത്ത രീതിയിലുള്ള കീറലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയഭാഗം കീറിയിട്ട് ഹൃദയം പുറത്തെടുത്തു. സംസം വെള്ളം കൊണ്ട് കഴുകുകയാണ്, ശുദ്ധീകരിക്കുകയാണ്. 3 പ്രാവശ്യം നബി തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ട് എന്ന് സ്വഹീഹായ ഹദീസിൽ കാണാം. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം കഴുകി സംസം വെള്ളം കൊണ്ട് കഴുകിയിട്ട് തിരിച്ചു വെക്കുകയാണ്. സംസം വെള്ളം ഭയങ്കര ശ്രേഷ്ഠതയുള്ള വെള്ളമാണ്. അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫമിസ്റനൈൻ ثم باقي الانهار. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ 2 വിരലുകൾക്കിടയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിന് കിട്ടിയതാകുന്ന വെള്ളമാണ്. നദിയുടെ ഉറവ പോലെ നബി തങ്ങളുടെ 2 വിരലുകൾക്കിടയിൽ നിന്ന് മുസബ്ബിഹയുടെയും നടുവിരലിന്റെയും ഇടയിൽ നിന്ന് ഉത്ഭവിച്ചതാകുന്ന വെള്ളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ വെള്ളത്തിന് വേണ്ടി ദുഃഖിച്ചപ്പോ, വെള്ളത്തിന് വേണ്ടി നബി തങ്ങളോട് കേണപേക്ഷിച്ചപ്പോ ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ള വെള്ളം കൊണ്ടുവരാൻ പറയുകയാണ്. ഒരു ചെറിയ കുടത്തിൽ വെള്ളമുണ്ട്, അതിലേക്ക് നബി തങ്ങൾ കൈയിറക്കി വെച്ചു. സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് പറയുകയാണ്, അതിൽ നിന്ന് ഇതാ വെള്ളം ഉത്ഭവിക്കുകയാണ്, പുറത്തേക്ക് ഒഴുകുകയാണ്. അന്ന് സ്വഹാബത്ത് മുഴുവനും അതിൽ നിന്ന് കുളിച്ചു, കുടിച്ചു. അവർക്ക് വേണ്ടുന്നത് മുഴുവനും അവർ അതിലൂടെ കൊണ്ടുവന്നു. ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ 2 വിരലുകൾക്കിടയിൽ ഉത്ഭവിച്ച വെള്ളമാണ്. ആ വെള്ളത്തിനാണ് ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ളത് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അത് കഴിഞ്ഞുപോയി. രണ്ടാമത്തത് അത് അന്നുണ്ടായിരുന്നുള്ളൂ, അത് നബിയുടെ ആ സമയത്തോടെ അത് കഴിഞ്ഞ് അല്ലാഹ് സ്റ്റോപ്പാക്കി. സ്വഹാബത്തിന് വേണ്ടി മാത്രം, അക്കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം. രണ്ടാമത്തെ ശ്രേഷ്ഠതയുള്ള വെള്ളം പിന്നെ ശ്രേഷ്ഠതയുള്ള വെള്ളമാണ് സംസം വെള്ളം. പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം ഏതാ? രണ്ടാമത്തത് ഏതാണ്? സംസം വെള്ളം. ഏത് സംസം വെള്ളം? നമ്മൾ ഉംറയ്ക്കൊക്കെ പോയിട്ട് 5 ലിറ്റർ കൊണ്ടുവന്നിട്ട് മൂലയ്ക്ക് കൊണ്ട് തള്ളി വെച്ചിട്ടില്ല, അള്ളാഹ് ജീവിതത്തിൽ കുടിക്കൂല. മരിക്കാറാകുമ്പോഴത്തേക്കും പഞ്ഞിക്കകത്ത് മുക്കിയിട്ട് ഇങ്ങനെ വാപ്പാടത്ത് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പൊ ഒന്ന് കുടിക്കുക വാപ്പ, ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വാപ്പാക്ക് കൊടുത്തിട്ടില്ല. ആ സംസം വെള്ളം അത് ഇന്നെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് കുടിച്ചോ, അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരുടെയും പരിപാടി ഇതാണ്. സംസം വെള്ളം ഇച്ചിരി സൂക്ഷിക്കണം, പക്ഷെ ഇത് വീട്ടിലുള്ളവർക്ക് ഒരു നേരവും കൊടുക്കൂല. അതിന് അവിടുന്ന് തന്നെ ഇങ്ങനെ ചെറിയൊരു ഗ്ലാസും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുക. യാ അല്ലാഹ്, കാവ കുടിക്കുന്ന ഗ്ലാസ്സാ അത് പോയിട്ട് ഇവിടെ വന്നിട്ട് യാ അല്ലാഹ് എല്ലാവർക്കും ഇതിനകത്ത് കൊടുക്കുക. റാഹത്തായിട്ട് വയറ് നിറച്ചു കൊടുക്കൂല, വാപ്പാക്കും ഉമ്മാക്കും പോലും. അവസാനം മരിക്കാറായി കിടക്കുമ്പോ വാപ്പ മരിക്കല്ലേ വാപ്പ, ഇച്ചിരി സംസം വെള്ളം കുടിക്കുക വാപ്പ. പഞ്ഞിക്കകത്ത് മുക്കിട്ട് ചുണ്ടിലിട്ട് വരയ്ക്കുക, ചുണ്ട് നനച്ചു കൊടുക്കുക, 10 വട്ടം വരച്ചു കൊടുക്കുക. അപ്പാണ് വാപ്പാക്ക് ഇച്ചിരി ഇറക്കാൻ തോന്നുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ആള് കൊടുക്കലുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചോ, നിസ്സാര കാര്യമില്ല. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഇന്ന് കിട്ടുന്നതിൽ വെച്ച് സംസം വെള്ളം ശരിക്കും കുടിച്ചോ. അതല്ലേ സംസം വെള്ളം അവിടെ കിട്ടുമ്പോ വയറ് നിറയ്ക്കണമെന്നാ, സംസം കൊണ്ട് വയറ് നിറയ്ക്കണമെന്നാ. നമ്മളെന്ത് ചെയ്യുന്നു? വെച്ച് കുടിച്ച് മതി. തണുപ്പുള്ളതും തണുപ്പില്ലാത്ത ഒക്കെ ഉണ്ട് അവിടെ, എല്ലാം സെപ്പറേറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മക്കത്തും മദീനത്തും പോയത് അല്ലേ? പോയവരൊന്ന് കൈവർത്തിക്ക്. എത്ര പേരുണ്ട്? അൽഹംദുലില്ലാ. പോകാത്തവർക്ക് ഇനി എത്രയും പെട്ടെന്ന് പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഷാബ് സാഹിബ് പോയായിരുന്നല്ലേ? അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ.
അപ്പൊ സംസം വെള്ളമാണ് രണ്ടാമത്തെ ശ്രേഷ്ഠത. മൂന്നാമത്തേതാണ് ഫൽ കൗസറു, ഹൗദുൽ കൗസർ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാമത്തേതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തിട്ടുള്ള ഹൗദുൽ കൗസറിലെ ഉലമാക്കൾ പറയുന്നു അത് ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ മൂന്നാമത്തേതാണ്. കാരണം നബിയുടെ വല്യാപ്പയാണ് ആര്? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം. ഇസ്മായിൽ നബി കാലിട്ടടിച്ച സ്ഥലത്തു നിന്ന് ഉത്ഭവിച്ച വെള്ളമാണ് സംസം വെള്ളം. നബി മോശമാക്കിയതല്ല, മറിച്ച് ഹൗദുൽ കൗസർ എന്ന് പറഞ്ഞാൽ തേനിനേക്കാൾ മധുരം, തേനിനേക്കാൾ മധുരം, അഹ്ലാമിനൽ അസലി വ അബിയദു മിനൽ വരിഖി, വെള്ളിയേക്കാൾ നല്ല വെണ്മയുള്ള വെള്ളമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വെള്ളി കണ്ടിട്ടില്ല, നല്ല ഒറിജിനൽ വെള്ളി, ആ വെള്ളിയുടെ അതിനേക്കാൾ വെണ്മയാണ്, നല്ല വെളുപ്പായിരിക്കും, തേനിനേക്കാൾ മധുരമായിരിക്കും, ഭയങ്കര ടേസ്റ്റാണ്. ആരെങ്കിലും ഹൗദുൽ കൗസർ എന്ന ഒരു കോപ്പ കുടിച്ചാൽ പിന്നെ ഒരിക്കലും അവന് ദാഹം ഉണ്ടാവൂല. സംസം വെള്ളത്തിന് അങ്ങനെയില്ല, കുടിച്ചാൽ വീണ്ടും ചിലപ്പോൾ ദാഹം ഉണ്ടാവും. മനസ്സിലായില്ലേ? അതേസമയത്ത് ഹൗദുൽ കൗസറിന് ഇങ്ങനെയൊക്കെയുള്ള മഹത്വമാണ്. ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ സംസം വെള്ളമാണ് ടോപ്പ്. അതിനേക്കാൾ ഒക്കെ പഠിച്ചു വെക്കണം, മുസ്ലിം സമുദായം അറിഞ്ഞോ, ഉലമാക്കൾ പഠിപ്പിച്ചതാണ്. പിന്നെ പിന്നെ നൈൽ നദിയുടെ വെള്ളമാണ് നാലാമത്തെ ശ്രേഷ്ഠതയുള്ള വെള്ളം. ഏറ്റവും ശ്രേഷ്ഠതയുള്ള നബിയുടെ കയ്യിൽ നിന്ന് ഉത്ഭവിച്ചു, അത് പോയി. ഇനി ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും ടോപ്പ് ഏതാ? സംസം വെള്ളം. പിന്നെ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ ഹൗദുൽ കൗസർ. പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഇതാ നൈൽ നദിയിലെ വെള്ളം. സുമ്മ ബാക്കിൽ അൻഹുറു. പിന്നെ കുമ്മനത്തുള്ള വെള്ളവും നമ്മുടെ ലീഗ് ജംഗ്ഷനിലുള്ള വെള്ളവും എല്ലാം സമമാണ്. ലോകത്തുള്ള എല്ലാ വെള്ളവും എന്താണ്? സമമാണെന്ന് അർത്ഥം. അപ്പൊ ഈ സംസം വെള്ളം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കുന്നത്. നബിയുടെ ഹൃദയം കഴുകാണ്, കാരണം ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം, അതുകൊണ്ട് ഹൃദയം നബി തങ്ങളുടെ കഴുകി. 3 പ്രാവശ്യം ഇങ്ങനെ പലപ്പോഴായി ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. എന്തിനു വേണ്ടിയാണ്? അതൊരു യാത്രയ്ക്ക്, അള്ളാന്റെ അടുത്തോട്ട് പോവാ. അപ്പൊ ഹൃദയം നല്ല സ്ഫുടമായിരിക്കണം, റബ്ബിന്റെ അടുക്കലേക്ക് പോവാൻ. ഭയങ്കര യാത്രയാണത്. സത്യത്തിൽ അത് 2 ദിവസം പറയാൻ തന്നെ ഉണ്ട്, അതുപോലെ ഉണ്ട് വിഷയം. ഞാനത് ചുരുക്കി പറയാണ്, 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. കാരണം ഈ രാവിന്റെ മഹത്വം നമ്മൾ അറിഞ്ഞിരിക്കണോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയാണ് ഉമ്മഹാനിയുടെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിയുടെ ഹൃദയം കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലേക്ക് കൊണ്ടുപോയാണ്. മസ്ജിദുൽ ഹറാമിലെത്തി റസൂലുള്ളാഹിയോട് പറയുകയാണ്, നബിയേ നബിയേ തവാഫ് ചെയ്യണേ റസൂലേ, പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യണേ. വതുഫ് ബിൽ ബൈത്തി സബ്ആ യാ റസൂലല്ലാഹ്, പരിശുദ്ധമായ കഅബ 7 പ്രാവശ്യം പ്രദർശനം വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹിയെ ബുറാഖ് എന്ന കമനീയമാകുന്ന വാഹനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ കൊണ്ടുപോവുകയാണ്. പരിശുദ്ധമായ ഇസ്റാ ആണ്. പരിശുദ്ധമായ മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ, അൽ മസ്ജിദുൽ അഖ്സ, ഏറ്റവും വിദൂരത്തുള്ള പള്ളിയാകുന്ന മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇസ്രായിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലാ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. പരിശുദ്ധമായ മക്കയിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം പ്രയാണം നടത്തിയതാകുന്ന അല്ലാഹുവിനാണ് സർവസ്തുതിയും. അസ്റാ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ പ്രയാണം നടത്തുക, രാത്രിയിൽ യാത്ര ചെയ്യുന്നതിനാണ് ആ പദപ്രയോഗം ഉണ്ടാകുക. ലൈലൻ എന്ന് പറഞ്ഞാൽ നക്രയായിട്ടാണ് പ്രയോഗിച്ചത്. അല്ലൈൽ അലിഫും ലാമും കൂടി ചേർത്തിട്ടാണ് എങ്കിൽ രാത്രി മുഴുവനും എടുത്തു ആ യാത്രയ്ക്കെന്ന് വരും. അങ്ങനെയല്ല, ലൈലൻ രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം മാത്രമാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇതേ രാത്രിയിൽ വളരെ കുറഞ്ഞ സമയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലാമയുടെ വീട്ടിൽ വിശ്രമിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഒറ്റ പോക്ക് നേരെ മക്കത്തിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക്. ആ കാലഘട്ടത്തിൽ, അന്ന് നബിയുടെ കാലഘട്ടത്തിൽ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകണമെങ്കിൽ 40 ദിവസം എടുക്കും.
പക്ഷെ പോയിട്ട് വന്നതാ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്. അവിടം വരെ അല്ല, അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയി. സുബ്ഹാനല്ലാഹ്, ഖുബ്ബത്തു സഹറായിൽ നിന്ന് തൊട്ടടുത്തുള്ളതാകുന്ന ഖുബ്ബയിൽ നിന്ന് പാറപ്പുറത്തുനിന്ന് ഒരൊറ്റ പോക്ക് നേരെ അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക്. അള്ളയെ പോയി കണ്ട് തിരിച്ച് നേരെ ഇവിടെ വന്നു. ആള് സുബഹിയായപ്പോൾ തിരിച്ചെത്തി. അതാണ് യാത്ര. അതെന്നാ നടന്ന? അത് ഈ രാത്രിയിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി ഇൻദ കസീബിൽ അഹ്മർ. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുടെ പരിസരത്തുള്ളതാകുന്ന ചുവന്ന കുന്നിന്റെ താരത്തുള്ളതാകുന്ന പരിശുദ്ധമായ പള്ളിയുടെ ചാരത്തുള്ളതായ മഖാമിൽ ബഹുമാനപ്പെട്ട മൂസാ നബി നമസ്കരിക്കുക ഞാൻ എന്നെ കണ്ണുകൊണ്ട് കാണുകയാണ്. റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി. മൂസാ നബി നമസ്കരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഞാനിതാ മസ്ജിദുൽ അഖ്സയിലെത്തി. ഞാനിതാ 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. എന്റെ പിന്നിലിതാ അമ്പിയാക്കൾ മുഴുവനും വന്ന് നിൽക്കുകയാണ്. എല്ലാ അമ്പിയാക്കളെയും പിന്നിലാക്കി ഞാൻ അവരുടെ മുന്നിൽ ഇമാമത്ത് നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുകയാ. അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂലിനെ ആദരിക്കുകയാണ്. ദുഃഖിച്ചിരുന്നതാകുന്ന പ്രവാചകരെ ഇതാ ഒരു ആദരവിന് സാക്ഷ്യം വഹിക്കുകയാണ്. അമ്പിയാക്കളുടെ നേതൃത്വമാണ് തങ്ങൾ. സയ്യിദുൽ അംബിയാ, സർവ്വ അമ്പിയാക്കളുടെ നേതൃത്വമാണ്. അതുകൊണ്ട് തങ്ങൾ അവർക്ക് ഇമാമത്തായി നിന്നുകൊണ്ട് 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിക്കുന്നു. അവിടെ നിന്ന് തൊട്ടടുത്തുള്ളതാകുന്ന ഖുബ്ബത്തു സുഹറയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ഒരു യാത്ര തിരിക്കുകയാണ്. ബുറാഖ് എന്ന വാഹനത്തിൽ ഒരൊറ്റ യാത്രയാണ്. സുബ്ഹാനല്ലാഹ്. ഒന്നാം ആകാശത്തെ എത്തിയപ്പോ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ സ്വാഗതം അരുളുകയാണ്. മർഹബാ ബിൻ നബി സാലിഹ് വൽ ഇബ്നി സാലിഹ്. സ്വാഗതം. 2ാം ആകാശത്തേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സലാം, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം സ്വാഗതമരുളുകയാണ്. 2 പേരും കൂടി സ്വാഗതമരുളുകയാണ്. അവിടെ നിന്ന് ഭൂതാകാശത്തേക്ക് കയറുകയാണ്. 3ാം ആകാശത്തേക്ക് എത്തിയപ്പോ അവിടെ അതാ വാതിൽ തുറക്കാൻ പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചു. ജിബ്രീലാണെന്ന് പറഞ്ഞു. ഓരോ കവാടത്തിങ്കിലും ചോദ്യമുണ്ട്, മറുപടിയുണ്ട്. അവിടെയെല്ലാം മറുപടി കൊടുത്തു. എന്റെ കൂടെയുള്ളത് മുഹമ്മദാണ്. വാതിലുകൾ തുറക്കപ്പെടുകയാണ്. കാരണം ഈ വാതിലുകൾ പടക്കപ്പെട്ടത്, ഈ ആകാശ സീമകളെ പടക്കപ്പെട്ടത്, അനന്തകോടി നക്ഷത്ര താരകങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് ഈ പ്രവാചകർക്ക് വേണ്ടിയാണ്. ഈ മുഹമ്മദ് എന്ന നാമധേയത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് തുറക്കാത്ത വാതിലുകളില്ല, തുറക്കാത്ത കവാടങ്ങളില്ല. എല്ലാ കവാടങ്ങളിലും മലക്കുകൾ നിന്നുകൊണ്ട്, പ്രവാചകന്മാർ നിന്നുകൊണ്ട് സാക്ഷ്യം വഹിക്കുകയാണ്. അവരിതാ സ്വാഗതമരുളുകയാണ്. 3ാം ആകാശത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം സ്വാഗതമരുളുകയാണ്, സ്വാഗതം പറയുകയാണ്. 4ാം ആകാശത്ത് ഇദ്രീസ് നബി അലൈഹിസ്സലാം സ്വാഗതമരുളുകയാണ്. 5ാം ആകാശത്ത് ഹാറൂൻ നബി സ്വാഗതമരുളുകയാണ്. 6ാം ആകാശത്ത് മൂസാ നബി സ്വാഗതമരുളുകയാണ്. 7ാം ആകാശത്ത് ഇബ്രാഹിം നബി സ്വാഗതമരുളുകയാണ്. ഓരോ പ്രവാചകന്മാരും മർഹബാ മർഹബാ ബിൻ നബി സാലിഹ്, സാലിഹായ പ്രവാചകരെ കടന്നു വരണേ. എല്ലാവരും സ്വാഗതമരുളുകയാണ്. 7 ആകാശങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഇതാ പ്രയാണം നടത്തുകയാണ്. കൂടെ ജിബ്രീലുണ്ട്. ബുറാഖ് എന്ന വാഹനത്തിലാണ് യാത്ര. ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അതാ പരിശുദ്ധമായ പ്രവാചകനുമായി പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുടെ പരിസരമെത്തിയപ്പോ ജിബ്രീൽ നിൽക്കുകയാണ്. ജിബ്രീൽ പറയുകയാണ്, നബിയേ, ഇനി എനിക്കങ്ങോട്ട് പ്രവേശനമില്ല. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി ربك القيوم صلوا عليه وسلموا تسليما.
നടക്കുവോ പ്രവാചകരെ, തങ്ങൾ യാത്ര പോകൂ, എനിക്കിവിടെ വരെ വരാൻ പറ്റുകയുള്ളൂ, ഇനി അങ്ങോട്ട് വന്നാൽ എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും നബിയെ. തങ്ങൾക്ക് പോകാം, തങ്ങൾക്ക് പോകാം. അതിന് പാകപ്പെടുത്തിയിരിക്കുകയാണ് തങ്ങളുടെ ഹൃദയം, അതിന് പാകപ്പെടുത്തിയിരിക്കുകയാണ് തങ്ങളുടെ ശരീരം. കടന്നു പോകണേ റസൂലേ, കടന്നു പോകണേ റസൂലേ. അള്ളാന്റെ റസൂലെ പേടിക്കാതെ പോയാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സംഹാരകർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ നേരിട്ട് കാണുകയാണ്, കാണുകയാണ്. സുമ്മദനാ ഫതദല്ലാ فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد ما رأى أفتمارونه على ما يرى لقد رآه نزلة أخرى عند سدرة المنتهى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربي الكبرى. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നജ്മിലൂടെ ആ രംഗം വിശദീകരിക്കുകയാണ്. അല്ലാഹുവുമായി അടുക്കുകയാണ്, അമ്പ് വില്ലിലേക്ക് ചേർന്നിരിക്കുന്നത് പോലെ അല്ലാഹുവും റസൂലും അടുക്കുകയാണ്, അടുക്കുകയാണ്, പരസ്പരം സംസാരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ യാത്രയുടെ പര്യവസാനം മുത്തുനബിയുടെ കൈകളിലേക്ക് നൽകിയതാണ് പരിശുദ്ധമായ നമസ്കാരം. ആ നമസ്കാരം 50 വഖത്ത് കൊടുത്തു. അതുമായി താഴേക്കിറങ്ങിയ മുത്തുനബി അതാ പരിശുദ്ധ മൂസാ നബിയെ കാണുകയാണ്. ആറാൻ ആകാശത്ത് കൊണ്ട് മൂസാ നബി പറയുകയാണ്, നിന്റെ സമുദായത്തിന് 50 വഖത്ത് കഴിയില്ല നബിയേ, തിരിച്ചു പോകണേ റസൂലേ. ചുരുക്കാൻ പറയണേ അള്ളാഹുവിനോട്. അള്ളാന്റെ റസൂല് തിരിച്ചു പോവുകയാണ്. 9 പ്രാവശ്യം തിരിച്ചയക്കുകയാണ്. 5 വഖത്ത് വീതം കുറച്ച് കുറച്ച് അവസാനം 5 വഖത്താക്കിയിരിക്കുകയാണ്. 50 വഖത്ത് കൊടുത്ത നമസ്കാരം 5 വഖത്താക്കി ചുരുക്കിയിട്ട് വീണ്ടും നബി തങ്ങൾ ഇറങ്ങുമ്പോ മൂസാ നബി പറയുകയാണ്, മുഹമ്മദേ, നിന്റെ സമുദായത്തിന് കഴിയുകയില്ല മുഹമ്മദേ, ഒന്നുകൂടി തിരിച്ചു പോകണേ. അള്ളാന്റെ റസൂല് പറയുകയാണ്, എനിക്ക് ലജ്ജയാണ്, എനിക്ക് ലജ്ജയാണ് മൂസാ നബി. അള്ളാഹുവിന്റെ അടുക്കൽ 9 പ്രാവശ്യം പോയിട്ട് മടങ്ങി വന്നവനാണ്. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകും. എന്റെ സമുദായത്തിൽ ഇത് കൃത്യമായി അനുഷ്ഠിക്കുന്നവരുണ്ടോ അവർക്ക് തീർച്ചയായും അള്ളാഹുവിനെ കാണാൻ പറ്റുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ നേരിട്ട് റസൂലുള്ള കണ്ട രാത്രിയാണ് ഈ രാത്രി. അഖ്തറേ ശാം കീ ഫലക് സേ ആവാസ്, ലോകത്തുള്ളതാകുന്ന സർവ്വ നക്ഷത്രങ്ങളും ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ മുഴുവനും പ്രകാശത്താൽ പ്രോജ്വലിച്ച രാവാണ് ഈ രാവ്. സജദ കർതി ഹേ ജിസേ സഹർ വോ ഹേ ആജ് കീ രാത്. ഏതൊരു പ്രഭാതമാണോ പ്രദോഷത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടുള്ളത് അത് ഈ രാത്രിക്കാണ്, ഈ രാത്രിക്കാണ്, ഈ രാത്രിയുടെ മുന്നിലാണ് നാളത്തെ പകൽ സുജൂദ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ രാത്രിയുടെ മഹത്വം ചെറുതല്ല, ഈ രാത്രി മറ്റു രാവുകളെക്കാൾ ശ്രേഷ്ഠമുള്ളതാണ്. രഹേ ഏക് ഗാം ഹേ ഹിമ്മത്ത് കേ ലിയേ അർശേ ബരീർ. അർശിന്റെ ഉടമസ്ഥനായ പടച്ച റബ്ബിലേക്ക് നീ ഒരു ചാണെടുത്താൽ അല്ലാഹു നിന്നിലേക്ക് ഒരു മുഴമെടുക്കുന്നവനാണ്. ഈമാനിന്റെ പ്രഭ വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ കടന്നു വരുന്ന ചെറുപ്പക്കാരാ സഹോദരാ, അല്ലാഹു നിന്നിലേക്ക് അടുക്കുകയാണ്, അടുക്കുകയാണ്. കഹ്രഹി ഹേ യേ മുസൽമാൻ സേ മിഅ്റാജ് കീ രാത്. ഇതാണ് പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവ്. ഇത് പവിത്രമായ രാവാണ്. മുൻകഴിഞ്ഞു പോയ മഹത്തുക്കൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, മഹത്തുക്കൾ എല്ലാവരും ഈ രാവിനെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ഇജാബത്തുള്ള രാവാണ്, ദുആഇന് ഉത്തരം ലഭിക്കുന്ന രാവാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, ഈ പരിശുദ്ധമായ രാവിൽ ഒരുമിച്ച് കൂടാൻ സൗഭാഗ്യം
ഭാഗ്യം ലഭിച്ചവരെ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. ഈ രാവിലെ പടച്ചറപ്പിന്റെ ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ മജ്‌ലിസിൽ ഒരുമിക്കാൻ പടച്ചറപ്പ് നിങ്ങൾക്ക് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് ലൂസിഫർ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇടിച്ചു തുന്നുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരില്ലയോ, സഹോദരന്മാരില്ലയോ, അവരിൽ നിന്ന് വിഭിന്നമായി ഇൽമിന്റെ സദസ്സിലേക്ക് നിനക്ക് വരാൻ അല്ലാഹു നിന്നെ തിരഞ്ഞെടുത്തില്ലയോ? ഇതൊരു ചെറിയ തൗഫീഖല്ല അല്ലാ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിനെ കണ്ട് തിരിച്ചു വരുമ്പോ നമ്മുടെ കൈകളിലേക്ക് നൽകിയ നമസ്കാരം നീ ചിട്ടവച്ചോ? 5 വഖത്ത് നമസ്കാരം സുബ്ഹിയും ളുഹറും അസ്റും മഗ്രിബും ഇശാവും കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ? അല്ലാഹുവിനെ നേരിട്ട് നിനക്ക് കാണാമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൻ സറഹു അൻ യൽഖല്ലാഹ അസ്സ വജല്ല ഫൽയുഹാഫിദ് അല സ്വലവാത്തിൽ ഖംസ. 5 വഖത്ത് നിസ്കാരം നിലനിർത്തിയാൽ ആരെ കാണാം? അല്ലാഹുവിനെ കാണാം. കാരണം ഇത് അല്ലാഹുവിനെ നേരിട്ട് കണ്ട ഒരു പ്രവാചകൻ കൊണ്ടുവന്നതാണ് എന്ത്? ഈ നിസ്കാരം. എന്തിന്? ഈ ഉമ്മത്തിന് അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു നിസ്കാരം നൽകുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യവാനാരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി. ആ നബിയെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു. അപ്പൊ അല്ലാഹു എത്ര വലിയ സൗന്ദര്യവാനായിരിക്കും? നീ ചിന്തിക്കാത്തത് എന്താ? നീ സിനിമാ നടനെ കണ്ടിട്ട് എന്തൊരു ഗ്ലാമർ, ഇത് മേക്കപ്പ് ചെയ്തേക്കല്ലേ? 6 മണിക്കൂറായിട്ട് അയവ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല, മേക്കപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ കോലത്തിലായത്. യഥാർത്ഥ രൂപം കണ്ട പേടിക്കുമല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പോലെ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഒരു വ്യക്തി കഴിഞ്ഞു പോയിട്ടില്ല, ഇനി വരാനുമില്ല. ഏറ്റവും വലിയ സൗന്ദര്യം. ആ പ്രവാചകരെ സൃഷ്ടിച്ച അള്ളാഹുവിന് എത്ര വലിയ സൗന്ദര്യം ഉണ്ടായിരിക്കും? നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സംഭവമായിരിക്കും അല്ലേ? മുമ്പ് ഞാൻ ലക്ഷദ്വീപിൽ പോയിട്ട് ഒരു 3-4 കിലോമീറ്റർ ദൂരോട്ട് പോയിട്ട് അവരിങ്ങനെ ഡൈവിങ് നടത്തും, വെള്ളത്തിനടിയിലോട്ട് വിടും. അത് ചെയ്തവരുണ്ടോ? ലക്ഷദ്വീപിൽ പോകുമ്പോൾ കവരത്തി ദ്വീപിൽ പോയിട്ട് അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ഒരു നിർബന്ധം, നമ്മളെ വെള്ളത്തിൽ മുക്കണം. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ. എന്നോട് പറഞ്ഞു ഉസ്താദ് പോയി നോക്കൊരു വേറെ ലോകമാണ്. അങ്ങനെ ലാസ്റ്റ് അവർ എന്ത് ചെയ്തിട്ട് വെള്ളത്തിനടിയിലോട്ട് നമുക്ക് യൂണിഫോം ഒക്കെ നൽകി വേറെ ആളും കൂടെ വരും, അല്ലെങ്കിൽ നമ്മളെപ്പം മയ്യത്തായെന്ന് ചോദിച്ചാൽ അള്ളാഹത്ത് അങ്ങനെ വെള്ളം കടലിലാണ്, വേറെ എവിടെയല്ല, വല്ല തിമിംഗലം വിഴുങ്ങിയാൽ തീർന്നു, പിന്നെ അതും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. യാ അല്ലാഹ് നേരെ കൊണ്ടുവന്ന് വെള്ളത്തിലിറക്കാൻ ഇവരൊരു സ്പീഡ് ബോട്ടിൽ അങ്ങനെ കൊണ്ടുപോകും. 2-3 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഇറക്കി വിടുക. ഒരാൾ കൂടെ വരും, നമ്മളെ പുറകെ പിടിച്ച് ഗൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളത്തിനടിയിലോട്ട് കൊണ്ടുപോകും. നമ്മൾ ഈ അക്വേറിയത്തിൽ കിടക്കുന്ന കളർ മത്സ്യങ്ങളില്ലേ, അതിന്റെ ഒരു ബഹർ ലോകത്തേക്ക് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ചാനലൊന്നുമില്ല, നമ്മൾ കരുതും വേറെ എവിടെ എത്തിയിട്ടുണ്ട്. ഓക്സിജനൊക്കെ ഉണ്ട് പ്രത്യേകം, വായു കൂടെ പുറത്തെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് വലിച്ചില്ലെങ്കിൽ യാ അല്ലാഹ് പിന്നെ എഴുന്നേറ്റ് വരുന്ന വേറെ ആളായിരിക്കും. അതൊക്കെ ആദ്യം ഇവർ പഠിപ്പിച്ചിട്ടാണ് അങ്ങോട്ട് വിടുക. ഇതിങ്ങനെ വലിക്കുന്നതുകൊണ്ട് സംഭവം പിന്നെ നമ്മൾ വേറെ ഏതോ ലോകത്ത് നിന്നതുപോലെയാണ്. അപ്പോഴാണ് കടലിനടിയിലുള്ള അത്ഭുതങ്ങളൊക്കെ, അതൊക്കെ ഒരു ലോകമാണ്. അതിങ്ങനെ 1 മണിക്കൂറോളം നമ്മളിങ്ങനെ അരമണിക്കൂർ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകും, ഇങ്ങനെ എല്ലായിടത്തും കൊണ്ടുപോകും. അതൊരു ഭാഗമാണ്. അതിൽ കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയാൽ വേറെ ഏരിയ ഉണ്ട്, തിമിംഗലമൊക്കെ നമ്മളെ നക്കും, അങ്ങനത്തെ ഏരിയ ഉണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകില്ല. ഈ ഭാഗത്ത് മാത്രം ഇവിടെ നല്ല കളർ മത്സ്യങ്ങളാണ്, ഭയങ്കര കളർ മത്സ്യങ്ങളാണ്. അപ്പൊ ഈ ലോകം അത്തരത്തിലുള്ള അതൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പടച്ചവനെ എത്ര വലിയ സൃഷ്ടിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ വസ്തുക്കളെയൊക്കെ സൃഷ്ടിച്ച അള്ളാഹുവിന് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന വസ്തുക്കളൊക്കെ ഭയങ്കരമാണ്, ഭയങ്കര സൗന്ദര്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇതിനൊക്കെ സൃഷ്ടിച്ച അള്ളാഹു എത്ര സൗന്ദര്യവാനാ, എന്താ നീ അത് ചിന്തിക്കാത്തത്? ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു സൗന്ദര്യവാനാണ്, ഭയങ്കര സൗന്ദര്യവാൻ. ആ അള്ളാഹുവിനെ ഒന്ന് കാണണ്ടേ? അതല്ലേ നിനക്ക് ഏറ്റവും വേണ്ടത്. നാളെ രാവിലെ ഇവിടെ ഒരു സിനിമാ നടൻ വരുന്നു, കട ഉദ്ഘാടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നീ ഇന്ന് രാത്രി വരെ പോവില്ല. ഇവിടെ പാവിരിച്ചിട്ട് യാ അല്ലാഹ് ഇങ്ങനെ ഇരിക്കുക, യാ അല്ലാഹ് ഇവിടെ ഇരിക്കുക, പോവില്ല അല്ലേ? റസൂലുള്ളാഹി വരുന്നെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്കാണ്. അള്ളാഹുവിനെ കാണാൻ നീ എന്താ പ്രയത്നിക്കാത്തത്? നിനക്ക് അള്ളയെ കാണണോ? നീ 5 വഖത്ത് നമസ്കാരം ചിട്ട വെച്ചാൽ മതി. സയ്യിദുനാ റസൂലുള്ളാഹി അതിനായി നിസ്കാരം നൽകിയിട്ടുണ്ട്. അതാണ് ഈ രാവിന്റെ മഹത്വം. ഈ രാവിലെ മഹത്വം അതാണ്. ഇത് കാലികമായൊരു വാഴതാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് കയറ്റി പറഞ്ഞത്. കാരണം ഈ രാത്രിയിൽ അത് പറയാതെ പോകൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ളതാണ്. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ.
അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം കൊണ്ട് ഒരാൾ ഒഴിയരുത്. ഒക്കെ എല്ലാവരും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കണം. അനുഷ്ഠിക്കൂല ഇൻഷാ അല്ലാഹ്. മെഹറാജിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ കരുതി എന്ന് നിയ്യത്ത് വെച്ചു. ഇപ്പൊ തന്നെ വെച്ചാൽ റാഹത്താണ്. നേരം വെക്കുമ്പോ കണ്ട് ഇപ്പൊ തന്നെ വെച്ചാൽ മതി. റജബ് 27 സുന്നത്ത് നോമ്പ്, മെഹറാജിന്റെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി നാളെ പിടിച്ചുവിട്ടാൻ ഞാൻ കരുതി എന്ന് കരുതിയ റാഹത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ മനസ്സുകൊണ്ടാൻ കരുതിക്കോ. ഇനിയിപ്പോ നാളെ നീളം വെടുക്കാൻ നിൽക്കണ്ട. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നാളത്തെ ഒരു ദിവസം സുന്നത്ത് നോമ്പ് പിടിച്ചോ, അമൽ ചെയ്ത് ദ്വാരക്ക്. ഈ രാത്രി ഭയങ്കര ഇജാബത്തുള്ളതാണ്. ഇനിയിപ്പോ നേരത്തെ പോയിട്ട് കിടക്കല്ലോ, ഒരു 10 മിനിറ്റ് കൂടെ ഇരുന്നോളി. കുറച്ചേനോടെ പറയാലോ അല്ലേ, 11 വരെ പോലെ ഇരിക്കൂലേ. നമുക്ക് 2 കടമകളോട് പറയാണ്ട്. ഇനി മക്കൾക്കും മക്കളോടുള്ള 2 കടമകൾ മാതാപിതാക്കളെ ഒന്നേ പറഞ്ഞിട്ട് 2 നമുക്കൊന്ന് ഓടിച്ചു പറയാം. ഇൽമാണ്, നമ്മൾ വേറെ പാട്ടും കൂത്തൊന്നും ഇല്ലല്ലോ. ഇരുന്നോളി, ഉപയോഗപ്പെടും ജീവിതത്തിൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കും, നല്ലതുപോലെ ശ്രദ്ധിക്കും. അപ്പൊ ഒന്നാമത്തെ കടമ യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കണം. അഥവാ ഉമ്മ സാലിഹത്തായിരിക്കണം. ഉമ്മ മാത്രമല്ല, ഉപ്പയും സാലിഹായിരിക്കണം. ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മകൾക്ക് കല്യാണച്ചക്കനെ ആലോചിക്കുമ്പോൾ അവൻ കള്ളു കുടിക്കുന്നവനാണോ, വിഭജിക്കുന്നവനാണോ, മോശപ്പെട്ട സ്വഭാവമുള്ളവനാണോ അന്വേഷിക്കണം നമ്മൾ. അല്ലാതെ ആള് നല്ല ചെറുക്കുണ്ട്, ഫോട്ടോ കൊണ്ടുവന്നു, നല്ല രസമുണ്ട്, നല്ല തുളിച്ച ചെറുക്കനാണ്, നല്ല തക്കാളിപ്പഴം പോലെ ഉണ്ട്. എന്ത് കാര്യത്തിൽ? എന്താ കറി വെക്കാൻ പോകുന്നു? തക്കാളിപ്പഴം പോലെ ഉണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റാഹത്താണ്ടേ, മക്കളുമായിട്ട് ജീവിതം ഒന്നിച്ചു പോകണ്ടേ. ഫോട്ടോ കണ്ടിട്ടോ നല്ല ചെക്കനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എന്തിനു കൊള്ളാം? ദീനുണ്ടോ? മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാ? ഇന്നാരാ ചോദിക്കുന്നത്? ഇന്ന് വിവാഹം കഴിക്കുന്നതാകുന്ന നവദമ്പതിമാര് കല്യാണത്തിന് കാണുമ്പോൾ പരസ്പരം കാണൽ ചടങ്ങ് നടത്തുമ്പോൾ ആര് ചോദിക്കുന്നു? ദീനിന്റെ ക്വാളിറ്റി ആരാ ചോദിക്കുന്നത്? മദ്രസയിൽ എത്ര വരെ പഠിച്ചു എന്നുള്ളത് ഒരു 25 ഏജിന് അല്ലെ 30 വയസ്സ് മുമ്പോട്ടുള്ളവരൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ഈ സദസ്സിൽ. അതിന് ഇങ്ങോട്ടുള്ളവർ ചോദിക്കൂല. ഇപ്പോഴത്തെ കാലത്ത് ഒട്ടുമില്ല അതൊക്കെ. മദ്രസയിൽ എത്ര വരെ പഠിച്ചു ആരെങ്കിലും ചോദിക്കുമോ? ചിലപ്പോ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും മിക്ക ഭർത്താക്കന്മാര്, ശരിയാണല്ലോ ഓൾ എത്ര വരെ പഠിച്ച, ഇന്നൊന്നും പോയി ചോദിക്കണം എന്ന് കരുതുന്നുണ്ടാവും. കുട്ടികൾ 5 എണ്ണം ആയിട്ടുണ്ട്. ഇപ്പോഴായിരിക്കും കരുതുന്നത് ഇന്നെന്തെങ്കിലും ഉത്സാഹം വീട്ടിൽ പറഞ്ഞു ശരി എന്ന് വീട്ടിൽ പോയിട്ട് ചോദിക്കണം, നീ എത്ര വരെ പഠിച്ചടി മദ്രസയിൽ എന്നൊന്ന് ചോദിക്കണമെന്ന് കരുതുന്ന കാക്കന്മാരുണ്ടാവും. അതാണ് നമ്മുടെ അവസ്ഥ. അത് ചോദിക്കൂല, ബാക്കിയൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. എത്രയാണ് ശ്രീധരൻ നമുക്ക് കിട്ടുക, വല്ലോണ്ട് റാഹത്താണ്, വളയെത്രയാണ്, കാരണം ഇത് കഴിഞ്ഞാൽ ഉടനെ വിൽക്കാനുള്ളതാണ്, ഒക്കെ കറക്റ്റായിട്ട് പോയി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അല്ലേ? ശരിയല്ലേ? ദീൻ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ദീനാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൽ നമ്മൾ ഒരുപാട് പിറകോട്ട് വന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ. മക്കള് സാലിഹാകാത്തത് അവിടെയാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തസിനൂ ലാ തസിനൂ, നിങ്ങൾ വ്യഭിചരിക്കരുതേ. അഥവാ കണ്ണുകൊണ്ടുള്ള നോട്ടം, അന്യരിലേക്കുള്ള നോട്ടം, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. കണ്ണുകൊണ്ട് വ്യഭിചരിക്കരുതേ. നാവ് കൊണ്ട് അന്യരിലേക്കുള്ള ഭാഷണം, അത് നാവിന്റെ വ്യഭിചാരമാണ്. നാവ് കൊണ്ട് വ്യഭിചരിക്കരുതേ. ചുണ്ടുകൊണ്ടുള്ള ചുംബനം, അത് ചുണ്ടിന്റെ വ്യഭിചാരമാണ്. ചുണ്ടുകൊണ്ട് വ്യഭിചരിക്കരുതേ. കൈ കൊണ്ടുള്ളതാകുന്ന പിടുത്തം, അത് കൈയുടെ വ്യഭിചാരമാണ്. കൈ കൊണ്ട് വ്യഭിചരിക്കരുതേ. കാലുകൊണ്ട് വ്യഭിചരിക്കരുതേ. ഹറാമായ സ്ഥലത്തിലേക്കുള്ള നിന്റെ യാത്ര, അത് കാലിന്റെ വിചാരമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ബാംഗ്ലൂരിലേക്ക് ഞാൻ വെറുതെ പോയതാണ് ഉസ്താദേ, അവിടെ റെഡ് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അതൊന്ന് കാണാൻ വേണ്ടി യാത്ര ചെയ്തതാണ്. ആ യാത്ര തന്നെ വ്യഭിചാരമാണ്. ഹബീബായ റസൂലുള്ളാഹി. റെഡ് സീറ്റ് ഒന്ന് കാണുക, റാഹത്താകുക, അവിടേക്ക് ഒന്ന് പോവുക. അങ്ങോട്ടൊക്കെയുള്ള യാത്ര തന്നെ കാലിന്റെ വിചാരമാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ അവയവങ്ങൾ മുഴുവനും നീ വ്യഭിചരിക്കാതെ സൂക്ഷിക്കണേ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ ആരെങ്കിലും ഈ അവയവങ്ങൾ കൊണ്ട് വ്യഭിചരിച്ചാൽ ഫയുദ്ഹിബല്ലാഹു ലദ്ദത നിസായികും മിൻ അജ്വാഫികും, നിങ്ങളുടെ മനസ്സിന്റെ കത്തളങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഭാര്യയോടുള്ള, നിങ്ങളുടെ ഇണകളോടുള്ള താല്പര്യത്തെ അല്ലാഹു എടുത്തു കളയുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഭാര്യയോടുള്ള താല്പര്യം ഉണ്ടല്ലോ, മഹബ്ബത്ത്, സ്നേഹം അല്ലാഹു എടുത്തു കളയും. നമ്മൾ കണ്ണുകൊണ്ട് വിചരിച്ചാൽ
സാധാരണ നമ്മളാരും വിഭജിക്കുന്നില്ല. രാത്രിയിൽ ഇന്റർനെറ്റ് വെച്ചിട്ട് 2GB അംബാനി മാമൻ തന്നിട്ടുണ്ട്. യാ അല്ലാഹ്, ഇതെന്തിനാ തീർക്കുന്നത് നീ? ഉള്ള അശ്ലീലത കണ്ടിട്ടല്ലേ? അതുകൊണ്ടാ കണ്ണിന്റെ വിചാരം എന്ന് പറയുന്നത്. രാത്രി സൺവീലിയാണ്ട് ഡെയിലി അടിച്ച് കണ്ടിട്ടല്ലാതെ ഹൈവാൻ ഉറങ്ങൂല. എല്ലാ ദിവസവും നോക്കുക. അപ്പൊ കണ്ണിന്റെ വ്യഭിചാരമാണ്, കണ്ണിന്റെ വ്യഭിചാരമാണ്. ഈ ഹറാമാകുന്ന കാഴ്ച നീ കണ്ടിട്ട് പിന്നെ നിന്റെ ഭാര്യയുമായി നീ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ നിനക്ക് മുമ്പുണ്ടായിരുന്ന സ്നേഹവും മഹബത്തും ആസ്വാദനവും അതിലുണ്ടാവുകയില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്നേഹം അല്ലാഹു കുറച്ചു കളയും. ഇതൊക്കെയാണ് ഇന്ന് സമുദായത്തിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഉസ്താദെ 40 വയസ്സുള്ളതാകുന്ന എന്റെ ഭാര്യ ഒളിച്ചോടി 3 മക്കളെ ഇട്ടേച്ച് അവള് പോയത് പറയുന്നവരുണ്ട്. എന്തുകൊണ്ട് അവരുടെ മനസ്സിലുള്ള മഹബത്ത് കുറയ്ക്കു പോകുന്നു. എന്തുകൊണ്ട്? കണ്ണ് സൂക്ഷിക്കാത്തത് കൊണ്ട്. ഇല്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കാത്തത് കൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് അവയവങ്ങൾ കൊണ്ട് വിചരിക്കുന്നുണ്ടാവും. ഒന്നില്ലേ ഫോൺ കൊണ്ട്, നാവ് കൊണ്ട് വിചരിക്കുക, കാതുകൊണ്ട് വിചരിക്കുന്നുണ്ടാവും രാത്രിയിൽ. അപ്പൊ അള്ളാഹു ഭർത്താവിനോടുള്ള മഹബത്ത് കുറയ്ക്കും ഓരോ ദിവസം കഴിയുന്നു. കാരണം നീ വ്യഭിചരിക്കുകയാണ്. സാധാരണ ഞങ്ങൾ ബന്ധപ്പെട്ടില്ല. ബന്ധം ഇതാണ്. ഏത് ബന്ധം? ഫോണിലൂടെ ഉള്ള ബന്ധം, സംസാരം, നാവിന്റെ വിചാരം, കാതിന്റെ വിചാരം, അത് മതി. അതിലൂടെ നിങ്ങളുടെ മഹബത്ത് എടുത്തു കളയും സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അതൊരു വലിയ വിഷയം തന്നെയാണ്. അയ്യസ്തൻജിബ ഉമ്മഹു, കുട്ടിയുടെ മാതാവിനെ തിരഞ്ഞെടുക്കണം, സാലിഹത്തായിരിക്കണം. ഒന്നാമത്തെ കടമയാണ്. അതൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അന്യമതത്തിൽപ്പെട്ട പെണ്ണാണ്, നല്ല സൗന്ദര്യമുണ്ട് മുസ്ലിയാരെ, ആ സൗന്ദര്യത്തിൽ ഞാൻ വീണു പോയതാണെന്ന് പറയുന്ന ചെറുപ്പക്കാരുണ്ട്. പാടില്ല. സൗന്ദര്യമല്ല അടിസ്ഥാനം, ദീനാണ് അടിസ്ഥാനം. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഇയ്യാകും ഖദറാഇദ്ദമൻ, നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണേ, ഖദറാഉദ്ദമനിനെ സൂക്ഷിക്കണേ. ഖാലൂ വമാ ഖദറാഉദ്ദമനി യാ റസൂലല്ലാഹ്, വമാ ഖദറാഉദ്ദമനി യാ ഹബീബല്ലാഹ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ എന്താണ് ഖദറാഉദ്ദമൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരണേ റസൂലേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മർഅത്തുൽ ഹസന ഫീ മംബത്തി സൂ, കാണാൻ കൗതുകമുള്ള പെണ്ണാണ്, സൗന്ദര്യമുള്ള പെണ്ണാണ്, പക്ഷേ കുപ്പത്തൊട്ടിയിൽ ജനിച്ചു വളർന്ന പെണ്ണാണ്. മുസ്ലിമത്തായ പെണ്ണല്ല. അന്യമതത്തിൽപ്പെട്ട പെണ്ണിനെ കലാലയങ്ങൾ വെച്ച് പ്രേമിക്കുന്നവരില്ലയോ, അല്ലാതെ പ്രേമിക്കുന്നവരില്ലയോ? നീ നമസ്കാരമുള്ളവനാണ്, നീ മദ്രസയിൽ വന്നുകൊണ്ട് ഖുർആൻ ഓതൽ പഠിച്ചവനാണ്, നീ ദിക്ർ ചെല്ലുന്നവനാണ്, നീ സുബഹി കഴിഞ്ഞ് യാസീൻ ഓതുന്നവനാണ്, നീ മഗ്രിബ് കഴിഞ്ഞ് യാസീൻ ഓതുന്നവനാണ്, നീ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്നവനാണ്, നീ സൂറത്തുൽ മുൽക്ക് ഓതുന്നവനാണ്, നീ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നവനാണ്, നീ പാതിരാത്രി തറാവീഹ് നമസ്കരിക്കാൻ റമളാനിൽ പള്ളിയിലേക്ക് പോകുന്നവനാണ്, നീ ജുമുഅ ജമാഅത്തുകൾക്ക് കൃത്യമായി പങ്കാളിത്തം വഹിക്കുന്നവനാണ്, നീ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കുന്നവനാണ്, നീ ദിക്റുകൾക്ക് പ്രാധാന്യം അർഹിക്കുന്നവനാണ്. ആ പ്രാധാന്യമുള്ള സ്ഥലത്തിലേക്ക്, സ്വലാത്തിന്റെ മജ്ലിസുകളിലേക്ക്, ഇൽമിന്റെ മജ്ലിസുകളിലേക്ക് രാത്രിയുടെ യാമങ്ങളിൽ പ്രയാണം നടത്തുന്നവനാണ്. മോശപ്പെട്ട ഫിലിമുകൾ കാണാതെ, നിന്റെ ഫോണിലൂടെ സിനിമ കാണാതെ, വാളുകൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നവനാണ്. അങ്ങനെ ദീനീ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനായിരിക്കെ നിന്റെ ശരീരത്തിലേക്ക് കുഫ്രിയത്തിന്റെ വക്താവാകുന്ന ഒരു പെണ്ണിനെ നീ ചേർക്കരുത്. നീ നിന്നെ സൂക്ഷിക്കണേ, കുപ്പത്തൊട്ടിയിലുള്ള പെണ്ണിനെ സൂക്ഷിക്കണേ. ഹബീബായ റസൂലുള്ളാഹി. ഇന്ന് മുസ്ലിം സമുദായത്തിലെ എത്രയോ സഹോദരിമാര്, 18 വയസ്സുള്ള എത്രയോ മംഗമാരി, എത്രയോ സഹോദരിമാര് അവർ വിളിച്ചു പറയുകയാണ്, വാപ്പാ എനിക്ക് ഇന്ന മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനുമായി സ്നേഹമാണ് ഉപ്പാ. ഒരു വാപ്പയുടെ മുന്നിൽ വന്നുകൊണ്ട് തുറന്നു പറച്ചിലാണ് സ്ത്രീകൾ. ഉമ്മയുടെ മുന്നിൽ വന്നുകൊണ്ട് തുറന്നു പറയുകയാണ്, എനിക്ക് ഇന്ന ചെറുപ്പക്കാരനുമായി, ഇന്ന മതത്തിൽപ്പെട്ട സഹോദരനുമായി സ്നേഹമാണ്, പ്രേമമാണ്. അവരെ വിവാഹം ചെയ്ത് നൽകിയില്ല എങ്കിൽ ഈ കാണുന്ന ഫാനിൽ ഞാൻ കെട്ടിത്തൂങ്ങിച്ചാകും. അടുത്ത് കാണുന്ന റെയിൽവേ ട്രാക്കിൽ പോയി ഞാൻ തലവെക്കും. ഞാൻ ഏതെങ്കിലും പാളയത്തിൽ പോയി തലയെടുക്കും. ഏതെങ്കിലും പാളത്തിന്റെ മുകളിൽ പോയി താഴേക്ക് ഞാൻ ചാടി മരിക്കും എന്ന് മാതാപിതാക്കളോട് ഗീർവാണം മുഴക്കുന്ന മക്കളെ, അവരെ സമ്മതിച്ചിട്ടാകട്ടെ അല്ലാതാകട്ടെ, രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി അവളുമായി നീ വിവാഹം നടത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മക്കളുണ്ടാകുന്ന ഒരു കാലഘട്ടം വരൂലേ? ആ മക്കളോടുള്ള കടമകൾ നിങ്ങൾ പൂർത്തീകരിച്ചവരല്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടെയാണ് വിഷയം.
മക്കളുണ്ടാകുമെന്നുള്ളതല്ല, മക്കളുണ്ടായി കഴിയുമ്പോ എന്തായി? അവരോടുള്ള കടമകൾ വീഴ്ച വരുത്തിയവനായിരുന്നു. കാരണം നീ ദീനുള്ളവനാണ്, മതബോധമുള്ളവരാണ്. ഇപ്പൊ അതൊക്കെയാണ് പരിപാടി. ഇപ്പൊ റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നു, ഒരു ബംഗാളി റോഡിൽ നിന്ന് കുഴിക്കുന്നു, അവന്റെ പെങ്ങൾ തൊട്ടപ്പുറത്തുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. പാതാത്ത വണ്ടിക്കകത്ത് കയറ്റിയിരുത്തി കൊണ്ടുപോവാൻ. രജിസ്റ്റർമാര് തമ്പ് വെച്ച് കല്യാണം കഴിച്ച് ഒരു ബൊക്ക ഇട്ടിട്ട് ഏതെങ്കിലും ദേവാലയത്തിന് മുന്നിൽ നിന്നിട്ട് സുജൂദ് ചെയ്ത് റാഹത്തായിട്ട് കൂടെ കഴിയുന്നവരെ മക്കളുണ്ടായി കഴിയുമ്പോൾ മക്കളോടുള്ള ക്രൂരതയാണ് നിങ്ങൾ ചെയ്തത്, അവരോടുള്ള കടമ പാലിച്ചിട്ടില്ല. കാരണം നീ ഒരു ദീനി ബോധമുള്ളവനാണ്, മതബോധമുള്ളവനാണ്, മദ്രസയിലും ദീനും ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചിട്ടുള്ളവരാ, അഖ്ലാഖും ദീനിയാത്തും ഫിഖ്ഹും ഒക്കെ അറിയാവുന്ന ഒരു മനുഷ്യനാ. നിന്റെ ശരീരത്തിലേക്ക് നീ കുഫ്രിയത്തിന്റെ വക്താവിനെ ചേർക്കരുത്, നീ ശ്രദ്ധിക്കുക. ഔദു ബില്ലാഹി, അല്ലാഹു കാക്കട്ടെ. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ കടമ അതാ കേട്ടോ. 2, 3 വേഗം പറയാം, സമയം പോവാൻ. നല്ലതുപോലെ ശ്രദ്ധിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കടമ ഏതെന്നറിയുമോ? വഅയ്യുഹസ്സിന ഇസ്മഹു, കുട്ടിയുടെ പേര് നന്നാക്കലാണ്. നല്ല പേര് മക്കൾക്ക് ഇട്ടുകൊടുക്കണം മാതാപിതാക്കൾ. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് മാതാപിതാക്കൾ അധിക ആളുകൾ, മുസ്ലിം സമുദായത്തിലുള്ള പല ആളുകളും അശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു വിഷയമാണ് പേരിടൽ കർമ്മം. പേരിടൽ നല്ലതല്ല. എന്തെങ്കിലുമൊക്കെ ഇന്റർനെറ്റ് തപ്പാണ്, യാ അല്ലാഹ് പേര് വായി തോന്നുന്ന കണ്ടിടുക. ലോകത്തിലെ ഏറ്റവും വലിയ എൻസൈക്ലോപീഡിയ അല്ലേ ഇന്റർനെറ്റ്. എന്ത് ചോദിച്ചാൽ യാ അല്ലാഹ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അതിന്റെ അർത്ഥം കിട്ടും. അപ്പൊ യാ അല്ലാഹ് ഒരെണ്ണം അടിച്ചു കൊടുക്കാൻ, ഒരു പദം അടിച്ചു കൊടുത്തു, അവരെന്തെങ്കിലും ഒരു അർത്ഥം പറയുന്ന യാ അല്ലാഹ് സ്വീകരിച്ചു വിട്ടുകൊടുത്തു. പാടില്ല. ആലിമീങ്ങളോട് ചോദിക്കണം. നമ്മുടെ നാട്ടിൽ ഉലമാക്കളില്ലേ, പണ്ഡിതന്മാരില്ലേ, സാദാത്യങ്ങളില്ലേ? ആ ഉലമാഇനോട്, പണ്ഡിതന്മാരോട് നമ്മൾ അഭിപ്രായം അന്വേഷിക്കണം. എന്താണ് ഉസ്താദ് ഇതിന്റെ അർത്ഥം? ഉസ്താദിനോട് നമ്മൾ ചോദിക്കണം. ചില ആളുകളുണ്ട് 50 പേരുമായിട്ട് വരും, ഉസ്താദ് മൻഹലുമായിട്ട് ഇരിക്കുകയാണ്, യാ അല്ലാഹ് പേര് എത്ര കൊടുത്താലും തീരൂല. പിന്നെ ഓരോ അസറാമ്പുറത്തും വരും, മാരിമാകുമ്പോ പിന്നെയും വരും. അങ്ങനെ വേണ്ട. നല്ല ഒരു 5-6 പേര് നമ്മൾ നോക്കിയിട്ട് അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന്റെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അർത്ഥം ചോദിക്കും. ഇത് അർത്ഥം ചോദിക്കൽ തന്നെ ഒരു പരിപാടിയായിട്ട് വെച്ചിരിക്കുക. അത് വേണ്ട. നല്ല രീതിയിൽ അർത്ഥം ചോദിച്ചു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമുക്കൊക്കെ നമ്മുടെ പേരിന്റെ അർത്ഥം എന്ന് അറിഞ്ഞിരിക്കണം. ആർക്കറിയാം? മിക്ക ആൾക്കാർക്കും അറിയില്ല. പേര് മോശമാണെങ്കിൽ മാറ്റണം, പേര് മോശമാണെങ്കിൽ മാറ്റണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, തസമ്മൂ ബി അസ്മാഇൽ അംബിയാ, അംബിയാക്കളുടെ പേര് നിങ്ങൾ വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി, ആദം എന്ന പേരുള്ളവരുണ്ടോ, ഈസാ എന്ന പേരുള്ളവരുണ്ടോ, മൂസ എന്ന പേരുള്ളവരുണ്ടോ, സക്കരിയ എന്ന പേരുള്ളവരുണ്ടോ, യഹ്യ എന്ന പേരുള്ളവരുണ്ടോ, യൂനുസ് എന്ന പേരുള്ളവരുണ്ടോ, ബഹുമാനപ്പെട്ട മുഹമ്മദ് എന്ന പേരുള്ളവരുണ്ടോ, ഹൂദ് എന്ന പേരുള്ളവരുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കം വരുന്ന 25 അമ്പിയാക്കളുടെ പേരുകൾ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ആ പേരുകൾ നിങ്ങൾ വെക്കണേ. ഹബീബായ റസൂലുള്ളാഹി, അമ്പിയാക്കളുടെ പേര് നിങ്ങൾ വെക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി ഉണ്ടോ? ആ പേരുള്ളവരുണ്ടോ ഈ സദസ്സിൽ? അമ്പിയാക്കളുടെ പേര് ആർക്കെങ്കിലും ഉണ്ടോ? അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. ഒരാള് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മുഹമ്മദ് എന്നുള്ള പേരുള്ളവരുണ്ടോ? മുഹമ്മദ്. പിന്നെന്താ ഇപ്പൊ കൈ ഉയർത്തുന്നത്? മുഹമ്മദ് എന്നുള്ള പേരുടെ അമ്പിയാക്കളുടെ പേരല്ലേ, പിന്നെന്താ നേരത്തെ കൈ ഉയർത്തുന്നത്? സെപ്പറേറ്റ് ചോദിക്കട്ടെ എന്ന് കരുതിയാൽ. അല്ലാഹു സ്വീകരിക്കട്ടെ.